സദഖകൾ ചെയ്യാം. സംസാരത്തിൽ ആ കളവുകൾ, ഈബത്തുകൾ, നമീമത്തുകളൊക്കെ കടന്നു വരുന്നതിന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മഹാന്മാരൊക്കെ നമ്മുടെ കിതാബുകൾ പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും റമദാൻ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് റമദാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ ഈ ഒരു ദിവസം കൂടി ഉണ്ടാകുമെന്നാണല്ലോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു ദിവസം കൊണ്ടും ഇതുവരെ നമ്മൾ കാര്യമായി റമദാനിൽ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും റമദാനിന് വേണ്ടി ഈ സമയം മുതൽക്ക് നമ്മൾ ഒരുങ്ങി വിശുദ്ധ റമദാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് വരുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. നമ്മൾ കല്യാണം വരികയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ഒരുങ്ങും. നമ്മുടെ മകളുടെ കല്യാണമാണെങ്കിൽ, നമ്മുടെ കല്യാണമാണെങ്കിൽ, വിവാഹമാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് നമ്മളെല്ലാ ഭാഗവും ആലോചിച്ച് ഒരുങ്ങുന്നത് പോലെ റമദാനിന് വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും ആലോചിച്ചുകൊണ്ട് ഒരുങ്ങാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ആ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായും അതിൻ്റെ മതവിധികളൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കണം. മതവിധികൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പലരും ഇഷ്ടപ്പെടുന്നത് അവർക്ക് അതിൻ്റെ ശ്രേഷ്ഠതകൾ, അതിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുക, പുണ്യങ്ങൾ പറയുന്നത് കേൾക്കാനും അതിൻ്റെ നഷ്ടങ്ങൾ, കുറ്റങ്ങൾ പറയുന്നതിന് ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ കർമ്മശാസ്ത്രപരമായി അതിൻ്റെ നിർബന്ധമാകുന്ന കാര്യങ്ങളും അതിൻ്റെ സുന്നത്താകുന്ന കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ബാത്തിലാകുന്ന കാര്യങ്ങളും പഠിക്കുക എന്നത്. അപ്പോൾ അതുകൊണ്ട് നോമ്പിന് എന്തൊക്കെയാണ് നിർബന്ധമാകുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ നോമ്പ് ബാത്തിലായി പോകും. അങ്ങനെ നോമ്പ് ബാത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നാണല്ലോ. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുമരുകളും പടുക്കലും ഒക്കെയാണ്. എന്നാൽ നമുക്ക് കാണാൻ രസമുണ്ടാകൽ ചിലപ്പോൾ പെയിൻ്റ് അടിക്കലും അതുപോലെ ടൈലൊട്ടിക്കലും ഒക്കെ ആയിരിക്കും. പക്ഷെ അതല്ല അതിൻ്റെ അടിസ്ഥാനം. എന്നതുപോലെ നമ്മളതിൻ്റെ പുണ്യങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ ഷർത്തുകളും ഫർളുകളും ഒക്കെ കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കണം നോമ്പിനെയും മറ്റു ഇബാദത്തുകളെയും ഒക്കെ നമ്മൾ നേരിടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമാകുന്ന റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ആ നീയത്തിലുള്ള പോരായ്മകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പല പള്ളികളിലും പുരുഷന്മാർ പള്ളികളിൽ വെച്ചും ചിലപ്പോൾ സ്ത്രീകളൊക്കെ ജമാഅത്തും മറ്റു സ്ഥലത്തൊക്കെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ നീയത്ത് വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കാണാം. നീയത്ത് മറന്നു പോകണ്ട എന്ന് കരുതിയിട്ട് ഉസ്താദുമാർ നവൈത്തു സൗമോദിൻ അന്നദാ ഈ ഫർളി റമദാനി ഹാദി സനത്തില്ലാഹി തആല എന്ന് അറബിയിലും പിന്നെ അതിനെ മലയാളമൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഏറ്റു ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചു എന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ നിയ്യത്തിൻ്റെ നിർബന്ധമാകുന്ന ഭാഗം ഹൃദയം കൊണ്ട് കരുതുക എന്നാണ്. അപ്പോൾ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോൽക്കാൻ കരുതി എന്നത് മനസ്സുകൊണ്ട് കരുതുമ്പോൾ മാത്രമാണ് അത് നിയ്യത്താകുന്നത്. നമ്മുടെ മനസ്സിൽ മറ്റു പല ചിന്തകളുമാവുകയും മറ്റു പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയും എന്നിട്ട് ഉസ്താദ് ചൊല്ലിത്തരുന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ നവൈത്തു സൗമോദിൻ എന്നങ്ങനെ ചൊല്ലിയാൽ നമുക്ക് നോമ്പ് കിട്ടൂല. എന്നാലും നമ്മൾ നോമ്പ് നിയ്യത്ത് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായി നിയ്യത്ത് എന്നത് ഹൃദയം കൊണ്ടാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നാവ് കൊണ്ട് ഉച്ചരിക്കൽ അത് സുന്നത്താണ്, അത് ഉച്ചരിക്കാം. പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ കൃത്യമായും അത് ആലോചിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. ആലോചിക്കാതെ നമ്മൾ നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് ഫസാദായി പോകും, നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോകും.